Hi friends, welcome back to my channel. ഇന്ന് നമുക്ക് ഒരു ചിക്കൻ 65 ചെയ്താലോ? റെസ്റ്റോറൻറ്റ്സിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലാണ് നമ്മൾ ഇന്ന് ചെയ്തെടുക്കുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, അതേസമയം നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരും. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിത് 65 ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ആദ്യം നമുക്കൊരു മസാല തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ സാധാരണ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്, അത് ചേർക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഞാനിവിടെ കുരുമുളക് കുറച്ച് തരിതരിപ്പായിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ കറിവേപ്പില പൊടിച്ചതാണ് ചേർക്കുന്നത്. എൻ്റെ അടുത്ത് കറിവേപ്പില പൊടിച്ചത് ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ ചേർത്തത്. ഇനി നിങ്ങളുടെ അടുത്ത് ഇതില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്താലും മതി. ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് ചേർക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഞാനിവിടെ ഒരു 8 അല്ലി വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്, അത് ചേർക്കാം. ഏകദേശം ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് മൈദയാണ്. ഞാനിവിടെ ഒരു 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, അതായത് 3 ടേബിൾ സ്പൂൺ മൈദ. അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് കോൺഫ്ലവർ ചേർക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കുന്നുണ്ട്. കോൺഫ്ലവർ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ വറുത്ത അരിപ്പൊടി ചേർത്താൽ മതി. ഒന്ന് ക്രിസ്പായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് 1/4 കപ്പ് തൈര് ചേർക്കണം. അധികം പുളിയില്ലാത്ത തൈരാണ് എടുക്കേണ്ടത്. അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട ചേർക്കണം. ഞാനൊരു മുട്ട ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല, അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഏകദേശം ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട്. അതുകൂടി ചേർത്തതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട, തൈരിലും മുട്ടയിലുള്ള വെള്ളം തന്നെ മതിയാവും. ഈ ഒരു കട്ടിയിലാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർക്കാം. ഞാനിവിടെ 1/2 കിലോ ബോൺലെസ് ചിക്കനാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ബോൺലെസ് ചിക്കനാണ് കുറച്ചുകൂടി 65-ന് ടേസ്റ്റ്. അതുപോലെ തന്നെ നമ്മൾ ഈ പൊടികളൊക്കെ ചിക്കനിലേക്ക് ഡയറക്റ്റായിട്ട് ചേർക്കുന്നതിന് പകരം ഇതേപോലെ ആദ്യം തന്നെ ഒന്ന് മസാല മിക്സ് ചെയ്തതിന് ശേഷം ചിക്കൻ ചേർക്കുകയാണെങ്കിൽ ഈ ചിക്കനിലേക്കൊക്കെ മസാല നന്നായിട്ട് പിടിക്കും, കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ ചിക്കൻ ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കൊരു 1/2 മണിക്കൂർ മാറ്റി വയ്ക്കാം. സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ മാറ്റി വെച്ചാൽ കൂടുതൽ നന്നായിരിക്കും. അപ്പോൾ അത് നമുക്കൊരു മണിക്കൂറൊന്ന് മാറ്റി വയ്ക്കാം. ഇതൊരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അത് ചിക്കനിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഇതാ എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ ഫ്രൈ ചെയ്തെടുക്കാൻ പാടുള്ളൂ. അതുപോലെ ഒരു ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഫ്രൈ ചെയ്യാൻ. നമുക്കിനി ഒരു ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. ഇല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പുറമേ പെട്ടെന്ന് കരിയും, ഉൾഭാഗം വേവാതെ വരും. ഇത് നമ്മുടെ ചിക്കൻ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ളത് കൂടി നമുക്ക് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് മാത്രം ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതുപോലെ കുറച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇതാ മുഴുവൻ ചിക്കനും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് 65 ആക്കണം. ഇതാ കണ്ടില്ല, നല്ല പുറമെ നല്ല ക്രിസ്പായി ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനാണ്. ഇനി നമുക്ക് 65 ആക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ പാനിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്, അതായത് ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണ തന്നെയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, 2 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തത്, ഒരു 2 തണ്ട് കറിവേപ്പില, അത് ചേർക്കാം. അത് ചേർത്തിട്ട് ഒരു ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക. അതായത് ആ ഇഞ്ചിയുടെ പച്ചമണമൊക്കെ മാറി കറിവേപ്പില ഒന്ന് ക്രിസ്പായിട്ട് വരണം, അതുവരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്.
ഏകദേശം 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഇഞ്ചിയൊക്കെ നന്നായിട്ട് വഴന്നു, കറിവേപ്പില ക്രിസ്പായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കാം. ഈ സമയത്തൊക്കെ തീ നന്നായിട്ട് കുറച്ച് വെക്കണം. അടുത്തതായിട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു 1.5 ടീസ്പൂൺ റെഡ് ചില്ലി പേസ്റ്റാണ്. ഇത് ഞാൻ വീട്ടിൽ തന്നെ ചെയ്തെടുത്തതാണ്. കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 4 വറ്റൽമുളകും 8 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്തിട്ട് അര മുറി നാരങ്ങാനീര് ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. ഇനി നിങ്ങളുടെ അടുത്ത് ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ റെഡ് ചില്ലി സോസ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. അപ്പോൾ ഞാനിത് റെഡ് ചില്ലി പേസ്റ്റ് ചേർത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു അര മിനിറ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കണം. ഒരുപാട് വെള്ളം വേണ്ട, 1 ടേബിൾ സ്പൂൺ വെള്ളം മതി. ജസ്റ്റ് ഒന്ന് മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഉപ്പ് ചേർത്തതാണ്, പിന്നെ സോസിൽ ഉപ്പുണ്ടാവും, അതുകൊണ്ട് നോക്കിയിട്ട് മാത്രം ചേർത്താൽ മതി. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് അതുകൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ചേർക്കാം. ചിക്കൻ ചേർത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കുക. അതായത് ഈ മസാലയൊക്കെ ചിക്കനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ വഴറ്റിയെടുക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം, അപ്പോഴാണ് മസാലയൊക്കെ പെട്ടെന്ന് നന്നായിട്ട് ചിക്കനിലേക്ക് പിടിക്കുകയുള്ളൂ. ഏകദേശം ഒരു മിനിറ്റോളം ഇതേപോലെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. ഇത് ഏകദേശം 1 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കനിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത് നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ചിക്കൻ 65 റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതേപോലെ ഇതുവരെ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നാളെ മറ്റൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക് യു.